السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم تسليما بقدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. ووصينا الإنسان بوالده حملته أمه وهنا على وهن. صدق الله المولانا العظيم. من أحب أن يبسط له في رزقه وينسو له في أثره فليصل رحمه. صدق رسول الله صلى الله عليه وسلم. വ്യസനിച്ച രീതിയിൽ ചെന്നൊരാൾ പറയുന്നു, വൻകുണ്ടമെന്നിൽ വന്ന് നബിയേ എന്ന്. എനിക്കുണ്ട തോബ എന്ന് ചോദിച്ച ഉടനടി നിനക്കുമ്മയുണ്ടോ എന്ന് നബിയും മറുപടി. വാലം സയ്യിദുനാ മൗലാന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറുകാട്ട് ചെമ്മ അങ്ങ് ഉദ്ദേശിച്ചതെല്ലാം കിട്ടും. ചെന്നി റിസ്ക് അങ്ങ് ഉദ്ദേശിച്ചതെല്ലാം എന്തെല്ലാം ഭൂമിയിൽ അത്യഗത്യ അതെല്ലാം കിട്ടുക ആർക്കാട്ട് ആ വേണുണ്ടായിട്ടെങ്കിൽ അങ്ങ് കിട്ടണുണ്ടായിട്ടെങ്കിൽ പിന്നെ അങ്ങെന്താവണം, ചെമ്മക്കാലോടെ ചെയ്യിക്കണം. ചെന്ന് കീശറാഹാത്തും ചെമ്മക്കാലം ചെയ്യിക്കണം. ആ സാറുകാട്ട് ഉണ്ടിട്ട് എന്താക്കട്ടെ, കുടുംബക്കാരട്ടുകു ചന്തത്തിലിക്കട്ടെ, കുടുംബ ബന്ധ ചന്തയിക്കട്ടെ. ചെന്ന് കുടുംബ ബന്ധത്തിൽ ഒന്നാം സ്ഥാനം ഉമ്മ ബാപ്പ. അപ്പോൾ അങ്ങോട്ട് എന്താക്കണം, നല്ല ചന്തത്തിൽ ഇന്നിട്ടെങ്കിൽ വലിയ മഹാഭാഗ്യം. അതുക്കായിട്ട് അള്ളാഹ് റസൂലും വിട്ട ഒരാൾ ചെന്നല്ലേ. വ്യസനിച്ച രീതിയിൽ ചൊന്നൊരാൾ പറയുന്നു, ഭയങ്കര ദുഃഖത്തിൽ ഒരാൾ ചെന്ത്, വൻകുറ്റമെന്നിൽ വന്ന് നബിയെ എന്ന്. നാ നബിയെ അള്ളാഹ് അനിഷ്ടമായ വലിയ ദോഷാക്കിയ നബിയെ, വലിയ ദോഷമായിപ്പോയിട്ട് നന്നില്ല അള്ളാഹ് അനിഷ്ടമായ വലിയ ദോഷമായിപ്പോയിട്ട് നബിയെ എന്ന് ചെന്നപ്പോൾ നബി എന്ത് ചെന്നോ, എനിക്കുണ്ട് തോബ എന്ന് ചോദിച്ച ഉടനടി നിനക്ക് തോബ ഉണ്ടോ നബി എന്നായാലും വന്ന് കേൾക്കുമ്പോഴായിരിക്കും നബിയുടെ ഉത്തരം തരോ, നിനക്ക് ഉമ്മയുണ്ടോ എന്ന് നബിയും മറുപടി. നിങ്ങൾക്ക് ഉമ്മ ഉണ്ട് ഉന്നെ പോയിട്ട് ഖിദ്മത്തെടുക്കറു, അയ്യമ്മയുടെ സന്തോലാക്കറു, നിങ്ങളെ ദോഷമാഫാവിടും. ആർച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തറായത്തിൽ അല്ലാഹു റസൂല് നബി ആയാലും പിന്നെ 13 വർഷം ഇഞ്ചിഞ്ചായിട്ട് മുസ്ലിങ്ങളുടെ ഭയങ്കര ഭാരീ ഉപദ്രവത്തിന് മേലെ ഉപദ്രവത്തല്ലേ. ആ ഉപദ്രവത്തെല്ലാം സഹിച്ചും കൊണ്ട് അള്ളാഹു റസൂൽ അള്ളാഹുടെ ഓർഡറോട് കൂടി എന്താക്കണം, മദീനത്തറായത്തിൽ 53 വർഷം ആകുമ്പോഴത്തേക്കും അള്ളാഹു റസൂൽ എന്താവണം, മദീനത്തറായത്തോ മക്കത്തറായത്തോ മദീനത്തേക്ക് എന്താക്കണം അള്ളാഹു റസൂല് പണ്ട് അള്ളാഹു റസൂലു അള്ളാഹുടെ ഇസ്ലാം ദീൻ്റെ പ്രചാരക്കൂ നല്ല ഉണ്ടാക്കിയ ഭൂമി ആയിരിക്കണം മദീനത്തറായ, സെലക്റ്റാക്കിയതായ. അങ്ങനെ മദീനത്തിൽ വന്നിട്ട് നല്ല എല്ലാവരെ കൊണ്ട് അങ്ങേയറ്റം ബഹുമാനിക്കപ്പെട്ട് അള്ളാഹു റസൂൽ അങ്ങേയറ്റം ബഹുമാനത്തെ ഉള്ള നബിയല്ലേ. എല്ലാവരും അങ്ങേയറ്റം ബഹുമാനിച്ചാറ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനത്തറായത്തിൽ ഒരു ഖബർസ്ഥാനം വിട്ട നബി ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ ഒരു ഖബറിൽ ഭാരീ ബൊമ്പക്കേക്കട് എന്തെങ്കിലും ഭാരീ ശിക്ഷ നടക്കേണ്ടത് അള്ളാഹു റസൂൽ കാണ്ട്. അള്ളാഹു റസൂൽ സാധാരണ മനുഷ്യനല്ലേ, അള്ളാഹു റസൂൽ കാണ്ട് ശബ്ദ കേക്കട്. അപ്പോൾ അള്ളാഹു റസൂൽ ആ ഖബറിനെ ഗുരുത്തം വെച്ചിട്ട് ഇത് അങ്ങനെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അള്ളാഹു റസൂൽ മദീനത്തറായത്തെ മനുഷ്യന്മാരുടെ ഓർഡർ ആക്കിയിട്ട് നിങ്ങളെ മനുഷ്യങ്ങളെല്ലാവരും ഖബർസ്ഥാനിൽ നിങ്ങൾ വന്നിട്ട് സിയാറത്താക്കണം. നിങ്ങൾ സിയാറത്ത് ആക്കണം, നിങ്ങളെ സംബന്ധങ്ങളെ എവിടെയെല്ലാം അടിക്கிறாറ് അവിടെ നിന്നിട്ട് നിങ്ങൾ സിയാറത്താക്കണം എന്ന് അള്ളാഹു റസൂലു മദീനത്തറായത്തെ മനുഷ്യന്മാരുടെ എല്ലാം ചെന്തി. എല്ലാവരും അള്ളാഹു റസൂൽ ചെന്തിയെന്ന് മദീനത്തറായത്തെ എല്ലാ മനുഷ്യന്മാരും വന്നിട്ട് എല്ലാവരും അങ്ങനെ കുടുംബക്കാർ ഖബർ സന്ദർശനാക്കിയാറ്. അങ്ങനെ അള്ളാഹു റസൂൽ ഗുരുത്ത് വെച്ച് ഒരു ഖബറിന് മുട്ട ചെന്നിട്ടുണ്ടാകുന്നുണ്ടാവും ഒരു കൽത്തി ഉമ്മ ചെന്നിട്ട് ആ ഉമ്മട്ട് അള്ളാഹു റസൂൽ കേട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാര ഖബറു എന്ന് കേട്ട് ആ ഉമ്മ ചെന്ത് ഇത് എൻ്റെ മോൻ്റെ ഖബറു. നിങ്ങളെ മോൻ എങ്ങനെ ഇന്നാ എന്ന് കേട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മോൻ എങ്ങനെ ഇന്നാ എന്തെങ്കിലും കാര്യമോ വലിയ തപ്പാക്കിലാണ് നിങ്ങളെ മോണു എന്ന് ആര് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ. അപ്പോൾ ആ ഉമ്മ ചെന്ത് എൻ്റെ മോണ് നല്ല മോണ് അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ടതല്ല ചെമ്മ ആക്കണ മോണ് അതാണ് എൻ്റെ മോണ്. ಮಾತ್ರ ನಕ್ಕವ್ರಿಗೆ ಎಂದಾಕಿನ ಅವನು ಉಪದ್ರ ಹಾಕಿರ ನಕ್ಕವನಿಗೆ ಎಂದಾಕಿ ನಕ್ಕವ್ರಕ ಅವನು ಉಪದ್ರ ಹಾಕಿರ ನಂಡವ್ರಕ ಬೇಜಾರು ಅವನು ಹಾಕಿರ ಹತ್ತರೆ ನಂಡವನವ್ರಕ ಬೇಜಾರು ಹಾಕಿರ ಅದಕ್ಕೆ ಉಪದ್ರ ಹಾಕಿರ
എന്ന് ആ ഉമ്മ ചെന്ത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി ചെന്തി, ഉമ്മ നിങ്ങളെ മോന് ഭാരീ ശിക്ഷയിലുണ്ട്, കബറിൽ ശിക്ഷയിൽ ഉണ്ട്. നിങ്ങങ്കാലും മാഫാക്കില്ലാണ്ട് നിങ്ങൾ ആ ഉമ്മ മോനുಗೂ രക്ഷയില്ല. ಶಿಕ್ಷೆಲೇ ಈ ಕಡೆ ಸದಾ ಶಿಕ್ಷೆಲಿ ಈ ಕಡೆ നിങ്ങൾ ഇവിടെ കബറിനെ മുട്ട നോക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാത് കേക്ക് പാട്ടേ എന്ന് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിനെ മുട്ട ഉമ്മ നിൻ്റെ മുട്ടമേ നീ പാട്ടിപ്പോൾ കേട്ട് നിങ്ങൾ എന്തോ കേക്കട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് കബറിൽ കൊണ്ട് ഭാരീ ശിക്ഷ ഭീകരമായ ശബ്ദമെല്ലാം കേക്കട്. മോണ്ട അട്ടഹാസമൊക്കെ നോക്കുമ്പോൾ മോണ്ട ധനി അണ്ട് കേട്ട എന്ത് ധനി കൊണ്ടുണ്ടല്ലോ മോണ്ട് അതേപോലത്തെ ധനി. സുബ്ഹാനല്ലാഹ് ഭാരീ ശിക്ഷ. ഉമ്മ ചെന്ത് ഉമ്മ നിങ്ങളെ മോൻ ഗംഗാലം നിങ്ങൾ മാഫാക്കിത്തെങ്കിൽ മാത്രം നിങ്ങൾ രക്ഷപ്പെടുക, ഇല്ലെങ്കിൽ നിങ്ങളെ മോൻ ശിക്ഷയിലെ നിരന്തരമായിട്ട് ഖിയാമത്ത് ഇക്കട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊരാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞ പൊരുത്തപ്പെടുറു എന്ന് ചെന്നപ്പോൾ ആ ഉമ്മ ചെന്നിട്ട് ഞാൻ എൻ്റെ മോനിಗೆ എല്ലാം പൊരുത്തപ്പെട്ട, എൻ്റെ മോനിಗೆ എല്ലാം ನಾನು മാഫാക്കിയ റസൂലല്ലാ നിങ്ങൾ ചെന്നത് കൊണ്ടെല്ലാം മാഫാക്കിയ. അപ്പം വിളിക്കേക്കട് മോൻ വിളിച്ച് ചെന്ന ഉമ്മ നക്ക അള്ളാഹു സ്വർഗത്തെ തോട്ട സ്വರ್ಗത്തെ ಬಾയിൽ തുറന്നಂದ್ರೆ ಕಬರ್ಗು ಸ್ವರ್ಗ ಸಂದೋಲೈತು. അതായത് കബറ് ನನ್ನ കബറ് സ്വർഗത്തോ നല്ല തോട്ടായിട്ട്. കാരണം നിങ്ങൾ നബി ചെന്ന പോലെ നിങ്ങൾക്ക് മാഫാക്കിയാറില്ല, നിങ്ങൾ മാഫാക്കലോട് കൂടി അള്ളാഹു നണ്ടോ നരകത്തെ കൊണ്ടായ കബറിനെ സ്വർഗത്തെ തോട്ടാക്കിയ എന്ന് ബിലി കേട്ട് ആ ബിലിയുടെ അള്ളാഹിൻ്റെ സൂലും മകു ബയാനാക്കട് പാടെ അമ്മയുടെ കാതുക്ക് സമയത്ത് കേക്ക് വാട്ടർ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഉമ്മമാരും ബാപ്പന്മാരും പുറത്താ സ്വർഗത്ത് പോകണമെങ്കിൽ ഫർള് അത് വേണേ. അങ്ങനെ സന്തോഷമേ ഞങ്ങളെല്ലാ ദുനിയാവും ആഖിറും ആബാദാവും. അതുകൊണ്ട് ഉമ്മയുടെ ക്ഷമ മോണിಗೆ എന്തിತ್ತು ആഖിറത്തിൽ നല്ല ക്ഷേമുണ്ടായിട്ട് പടച്ചവനിൻ്റെ മഹലായ ഫضലുകൊണ്ട് ഞങ്ങളെ ഉമ്മമാർ ബാക്കിയുള്ളവരുണ്ടിത് ആ ഉമ്മമാർക്ക് ആഫിയത്തോട് ചെമ്മക്കാല ചെയ്ക്കൊന്നി അവതാക്ക് റഹ്മാൻ ഉമ്മമാരും ബാപ്പന്മാർ എല്ലാവരും ഞങ്ങളെ സന്തോഷാക്കി നല്ല ആഫിയത്തോട് ചെമ്മക്കാല ചെയ്ക്കട്ട്. അള്ളാഹ് അല്ല മരിച്ചിരാണ്ട് ഞങ്ങളെ കബറിനെ പരമ സന്തോഷാക്കല്ല, റാഹത്താക്കല്ല, വിശാലാക്കല്ല, സ്വർഗത്തോട്ടാക്ക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.